മകയിരം നക്ഷത്ര ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും വന്നു ചേരുമെങ്കിലും യുക്തിപൂർവം ചിന്തിച്ച് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് അനുഭവജ്ഞാനമുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വഴി അനിഷ്ടങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഔദ്യോഗികമായിട്ടുള്ള അതോ തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ദൂരയാത്രകളും ചർച്ചകളും മാറ്റിവെക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായിട്ട് ഒരുപക്ഷെ ദൂരയാത്ര വേണ്ടിവരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുണ്ട്. ബൃഹത് സംരംഭങ്ങൾക്കും പദ്ധതികൾക്കും രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും. മൂത്രാശയ, നീർദോഷ, രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾക്ക് വിദഗ്ധമായിട്ടുള്ള ആയുർവേദ ചികിത്സയോ പ്രകൃതി ചികിത്സയോ വേണ്ടിവരും. പ്രാണായാമം, വ്യായാമം തുടങ്ങിയവ ശീലിക്കുന്നത് രോഗശമനത്തിന് ഉപകരിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ സ്വല്പം മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഒരു പക്ഷേ രാത്രിയിലും പല ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഔദ്യോഗിക പരിശീലനത്തിന് കുടുംബാംഗങ്ങളിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ടതായ സാഹചര്യം ഒരാഴ്ചയോ 10 ദിവസമോ വേണ്ടി വരുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. മകയിരം നക്ഷത്ര ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.